സമയം ഇതാ ഉച്ചയ്ക്ക് 1:20 പോകുന്നു. നല്ല വിശപ്പ്. അതിന്റെ കൂടെ യൂട്യൂബ് ഇൻസ്റ്റ തുറന്ന ഫുഡിന്റെ വീഡിയോ. പിന്നെ പറയണ പൂരം ബിരിയാണി തിന്നാൻ ഒടുക്കത്തെ ക്രെയിംസ് വന്നു. നേരെ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റിംഗ് ആരംഭിച്ചു. ഇന്ന് മൊത്തത്തിൽ ഒരു ക്ലൗഡി വെതറാണ്. സോ ആകെ ഒരു മൂഡ് ഓഫ് ആണ്. ഇപ്പൊ ഫുഡ് വരുമല്ലോ എന്നുള്ള മോട്ടിവേഷനിലാണ് ഇങ്ങനെ കൊലായി നിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ റോസാപ്പൂ കൊണ്ട് ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുന്നു. നേരെ ഫോണും കൊണ്ടോടി അതിന്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ ഗൈസ്, ഫോക്കസ് ആവുന്നില്ല. ആകെ നിരാശാജനകമായി പോയി ആ ഒരു സീൻ മൊത്തം ദേ ഈ ആളിങ്ങോട്ട് മാറ്റിമറിച്ച്. ആരാന്നറിയോ? ദാണ്ടെ ഒരു ഉടുമ്പ്, ഒരു പെരുത്ത ഉടുമ്പ് ഞങ്ങളുടെ തൊടിയിലൂടെ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നു. എന്നെ കണ്ടിട്ട് ഈ വീട്ടിലെ വാഴയാന്ന് തോന്നിയോണ്ടാന്ന് തോന്നുന്നു. പുല്ല് വിലയാ തന്നത്. പിന്നെ ഉടുമ്പിന് പോലും നമ്മളൊരു വിലയില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ വീണ്ടും ഡെലിവറി ചേട്ടൻ വരാനുള്ള കാത്തിരിപ്പ് തുടങ്ങി. ഇങ്ങനെ കാത്തിരുന്ന ഞാൻ മിക്കവാറും എരിഞ്ഞു പോകും. പരാജയത്തിൽ ദുഃഖിക്കാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കണം എന്നാണല്ലോ. സോ ഞാൻ വീണ്ടും റോസാപ്പൂവിന്റെ അടുത്തേക്ക് പോയി എനിക്കൊരു വീഡിയോ എടുക്കണമായിരുന്നു. ഞാനിവിടെ തകൃതിയായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൂടെ ബൈക്ക് വരുന്ന സൗണ്ട്. ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ അതുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ റേഡിയസിലാണ്. നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് സ്വിഗ്ഗി, സൊമാറ്റോ പോലത്തെ ആപ്പുകളുടെ ഒന്നും ഓൺലൈൻ ഡെലിവറി കുറച്ച് നാൾ മുന്നേ വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്താണ് സ്വിഗ്ഗി ആപ്പിൽ നിന്ന് നമുക്ക് ഡെലിവറി പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാനാണെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫുഡ് വാങ്ങുന്നത്. അതുകൂടാതെ സ്വിഗ്ഗി ആപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡെലിവറി ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം അവർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ഡെലിവറി തരുന്നുണ്ട്. അതേപോലത്തെ വേറെ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി ഫുഡ് ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.